നമസ്കാരം. ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന കായിക വാർത്തകൾ. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ തകർപ്പൻ ജയങ്ങളുമായി വമ്പന്മാർ കുതിപ്പ് തുടരുന്നു. നിലവിലെ ചാമ്പ്യന്മാരായ PSG 2-നെതിരെ 7 ഗോളുകൾക്ക് ലെവർകൂസനെ തകർത്തു. യൂണിയൻ സെയിന്റ് ഗില്ലോയ്സിനെ എതിരില്ലാത്ത 4 ഗോളിന് ഇന്റർ മിലാനും പരാജയപ്പെടുത്തി. ഒളിമ്പിയാക്കോസിനെതിരെ 6 ഗോളുകൾക്കാണ് ബാഴ്സലോണ തോൽപ്പിച്ചത്. ആഴ്സണൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെയും മാഞ്ചസ്റ്റർ സിറ്റി വിയ്യാറയലിനെയും തോൽപ്പിച്ചു. UCL ഇന്ന് റയൽ മാഡ്രിഡ് യുവന്റസിനെയും ചെൽസി അയാക്സിനെയും നേരിടും. ലിവർപൂളിന് ഫ്രാങ്ക്ഫർട്ടാണ് എതിരാളികൾ. ബയൺ മ്യൂണിച്ച്, ടോട്ടനം, അറ്റ്ലാന്റ ടീമുകൾക്കും ഇന്ന് മത്സരമുണ്ട്. ഇന്ത്യൻ സമയം രാത്രി 12:30 മത്സരങ്ങൾ. വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ ഓസ്ട്രേലിയക്ക് 245 റൺസ് വിജയലക്ഷ്യം. ഇംഗ്ലണ്ടിനായി ടെമി ബിമോണ്ട 78 റൺസ് നേടി. അനബൽ സദർലാൻഡ് 3 വിക്കറ്റ് വീഴ്ത്തി. ജയിക്കുന്നവർക്ക് പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്താം. വനിതാ ലോകകപ്പിൽ സെമി സാധ്യത സജീവമാക്കാൻ ഇന്ത്യയും ന്യൂസിലൻഡും നാളെ നേർക്കുനേർ. 5 മത്സരങ്ങളിൽ നിന്ന് ഇന്ത്യക്കും കിവീസിനും 4 പോയിന്റാണ്. റൺ റേറ്റിൽ ഇന്ത്യക്കാണ് മുൻതൂക്കം. ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക ടീമുകൾ സെമി ഉറപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ ഓസ്ട്രേലിയ 2ാം ഏകദിനം നാളെ നടക്കും. ഇന്ത്യൻ സമയം രാവിലെ 9 മണിക്കാണ് മത്സരം. ആദ്യ കളിയിൽ തോറ്റ ഇന്ത്യക്ക് ജയിക്കാനായില്ലെങ്കിൽ പരമ്പര നഷ്ടമാവും. കേരള സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരത്തിന്റെ ആധിപത്യം തുടരുന്നു. ഓവറോൾ ചാമ്പ്യൻഷിപ്പിനായുള്ള പോരാട്ടത്തിൽ 600 പോയിന്റും കടന്ന് കുതിക്കുകയാണ് തിരുവനന്തപുരം. നീന്തൽ മത്സരങ്ങളിലും തിരുവനന്തപുരത്തിന്റെ ആധിപത്യമാണ്. നാളെയാണ് അത്ലറ്റിക്സ് മത്സരങ്ങൾക്ക് തുടക്കമാകുന്നത്. 61ാമത് സംസ്ഥാന സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് തൃശൂരിന്. ഇടുക്കിയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. മലപ്പുറത്തിന്റെ നന്ദുകൃഷ്ണയാണ് ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർ. ന്യൂസ് ക്യാപ്സ്യൂൾ പൂർണ്ണമാവുകയാണ്. ന്യൂസ് അപ്ഡേറ്റ്സിൽ അജയ് കുഞ്ഞുമോൻ ചേരും.